ഹലോ ഹായ്. നമ്മൾ ഗുഡ് ഈവനിങ്ങിലാണ് വന്നത്. സമയം ഇപ്പം 7:15 ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിലെത്തിയില്ലേ? വീട്ടിലെത്തി മേലൊക്കെ കഴുകി സുന്ദരിമാരായി ചായയൊക്കെ കഴിച്ച് ഇപ്പം ടി വി കാണണ്ടാവും അല്ലേ? ടി വി കാണണോ അതോ അപ്പം മൊബൈലൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോ കണ്ടാവുന്ന നോക്കണേ. നോക്കിയിട്ട് ഒരു ലൈക്ക് ഇട്ടിട്ട് പോയിക്കോളുന്നേ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഉറക്കത്തിൽ നല്ല സ്വപ്നങ്ങളൊക്കെ കാണട്ടെ അല്ലേ? കാണട്ടെ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. നമുക്ക് ഇന്നത് കാണണമെന്ന് വിചാരിക്കാൻ പറ്റില്ല. പിന്നെ സ്വപ്നങ്ങൾ നമ്മൾ നനച്ചുവിട്ട് ഇങ്ങനെ ഉറങ്ങാനും സ്വപ്നങ്ങൾ കാണും. അതൊക്കെ നല്ലത് നമുക്ക് സങ്കല്പിച്ച് കാണാം. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടെന്നേ. അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ? പെട്ടെന്ന് വന്നോളൂ. നമ്മൾ ശാലിനി മോൾ സാബുവിനെ കണ്ടിട്ട് നമ്മളെ കാർത്തികിൻ്റെ കയ്യും പിടിച്ച് ഓടിച്ചല്ലേ. അപ്പോൾ ഓടിച്ചെന്നങ്ങോട്ട് സാബുവിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും എന്തേ? അപ്പോൾ അവർ ഒന്നുമില്ല, ബസ് ഇറങ്ങിയിട്ട് എന്തേ പോവാണ്ട് നിന്ന്. അപ്പോൾ ആ പീടികയിൽ നിൻ്റെ നേരിലാട്ടം കണ്ട് അതാ നിന്നത്. ഓ, നിനക്ക് അങ്ങനെയൊക്കെ അറിയോ? പിന്നെ എന്താടി ഈ അങ്ങനെയൊക്കെ പറയണത്? നമ്മളെ കുട്ടികളല്ലേ ഈയൊക്കെ, അപ്പം കണ്ടാലേ നിൽക്കൂലേ? ആണോ? അപ്പോഴേക്കും എന്നിട്ട് എന്തേ നിശ്ചയത്തിന് നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാണ്ട് പോയത്? ഒരു വാക്ക് പറയും കൂടി ചെയ്യാണ്ട് പോയത്. അന്ന് കഴിഞ്ഞിങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ തന്നെ മാമ വന്നിക്കണം ഞാൻ പോകുന്നു. അപ്പോൾ ശരി. അപ്പോൾ പിന്നെ നമ്മളെ കാർത്തികയ്ക്ക് നോക്കി എൻ്റെ പേര് സാബു എന്നല്ലേ? ആ ആണ്. എന്തേ? അപ്പോൾ ശാലിനോട് എത്തി, ഈ കുട്ടി ഏതാ? ഇത് പിന്നെ ഞങ്ങൾ സ്കൂൾ പഠിപ്പിക്കുന്ന കാർത്തിക ടീച്ചറാണ്. ഓ, നിങ്ങൾ ടീച്ചർമാരാണല്ലോ ഇപ്പം സാബു. അപ്പോൾ ഇവർ രണ്ടാളും ചിരിക്കും, ടീച്ചർമാരാണെന്നുള്ളൊരിതിൽ. അപ്പോൾ ഏതടി ആ ചെറിയ സ്കൂളിൽ? അപ്പോൾ വളരെ അതേന്ന്. അപ്പോൾ ഓൻ പറയും പിന്നെ അല്ല കാർത്തിക ചോദിക്കും, നോക്കി പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ ചോദിക്കും? നിങ്ങൾക്ക് നിങ്ങളെ മാമയ്ക്ക് മോളുണ്ടോ നോക്കി. അപ്പോൾ പറയും ഉണ്ട്. അപ്പടി ശാലിനോട് പറയും, എടി ഞാൻ മെല്ലെ പറയും, എടി ഞാൻ പറഞ്ഞത് റെഡി. അപ്പോൾ പറയും മിണ്ടല്ലേ എന്നറിയും. അപ്പോൾ ചോദിക്കും എന്താണ് അവളെന്താ പറഞ്ഞേ? അപ്പോൾ പറയും കാർത്തിക പറയും ഒന്നും അല്ല. ശാലിനി പറയും ഒന്നുമില്ല, അവളൊന്നും പറഞ്ഞില്ല അറിയും. അപ്പോൾ പറയും അല്ല ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഞാൻ അവളടുത്ത് പറഞ്ഞിട്ടുണ്ട് സാബുവിന് പിന്നെ മാമൻ്റെ മോളുണ്ടാവും, അവിടെ മാമൻ്റെ മോൾ സെറ്റായി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഈ ഇവിടെ നിശ്ചയത്തിന് നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാണ്ടാവാൻ പോയത് ഞാൻ അവളോട് പറഞ്ഞിട്ട്. അപ്പം പറയും എന്താ ഈ കുട്ടി ഇങ്ങനെ വൃത്തികേടൊക്കെ പറയുന്നത് ശാലിനി? ഇങ്ങനത്തെ കൂട്ടുകെട്ടാണക്കുള്ളത്, ഇങ്ങനത്തെ കൂട്ടുകെട്ടിലൊന്നും നടക്കരുതിട്ട് ശാലിനി, ചിത്തിയിപ്പോ. അപ്പോൾ പിന്നെ അവള് കാർത്തികം ഇങ്ങനെ ആക്കും. അങ്ങനെ അവളറിയാം, സാബു വീട്ടിലേക്ക് പോയില്ലേ? നമ്മളെ റഷീദിൻ്റെ കടയിൽ ഡ്രസ്സ് വാങ്ങാം പോവാനൊക്കെ പറഞ്ഞു. രണ്ട് കൂട്ടുകാരും കാർത്തികയും ഓർമ്മപ്പെടുത്തിയില്ല, പിന്നെ ഇവക്കും ഓർമ്മയില്ലേണ്ടി ഇപ്പം സാബു എന്ന അമ്പിളിമാമനെ കണ്ടപ്പോൾ. അപ്പോൾ എന്നെ വീട്ടിലേക്ക് പോയില്ലേ? അപ്പം പറയും ഞാൻ വന്നോളാം, ശാലിനി പോയിക്കുക. നമ്മളൊരു പോന്നോളും, നമ്മളെ ഒപ്പരം പോവാം, നമ്മളെ വീടിൻ്റെ അടുത്തല്ലേ, നമുക്ക് ഒപ്പരം പോവാനേ. അപ്പം പറയും ഞാനില്ലേ ശാലിനി, എനിക്ക് ആ കുട്ടി എൻ്റെ കൂടെ അല്ലേ, ആ കുട്ടീൻ്റെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വർത്തമാനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ ഓളൊന്നും മിണ്ടൂല, അങ്ങോട്ട് പോകും, അവിടെ അങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങോട്ട് പോകും, പിന്നെ നമ്മളെ കൂടെ ഉണ്ടാവില്ല അറിയും. പോരെ അറിയും. അപ്പോൾ നടക്കും. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ പിന്നെ ഇവള് ചോദിക്കും എന്തേ സാബു വന്നേ? അപ്പോൾ ഞാൻ സുഗന്ധിൻ്റെ കല്യാണമല്ലേ അതുകൊണ്ട് വന്ന. അപ്പോൾ വിളിക്കും, സുഗന്ധിൻ്റെ കല്യാണം സാബുവിനെ വിളിച്ചോ? അമ്മ വിളിച്ച് പറഞ്ഞോ? അമ്മ പിന്നെ പറഞ്ഞോ? കത്തിലൂടെയാണൊക്കെ പറിച്ചില്ല. അപ്പം പറയും ഇല്ല, ആരും പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ പറയും ശാലിനി ഒന്ന് വിളിച്ചല്ലേ. അപ്പടി കത്തി വയ്ക്കും, അതിന് ശാലിനിൻ്റെ ഇല്ലല്ലോ കല്യാണം, സുഗന്ധിൻ്റെ അല്ലേന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓളം നോക്കും. എന്നിട്ട് ഒന്നും മിണ്ടാണ്ട് നടക്കും. നടക്കുമ്പോൾ വളരെ പിന്നെ കാർത്തിക വയ്ക്കും, പിന്നെ ഇതൊക്കെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നും കൊണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടാ. പിന്നെയാണ് ഒരു സാബുവിനെ വിളിക്കുമ്പോൾ പോര് സാബു എന്ന് പറഞ്ഞാൽ പറയാം, ആ കുട്ടീൻ്റെ സംസാരം എനിക്ക് ഇഷ്ടമായില്ല, നീ പൊയ്ക്കാന്നൊക്കെ പറയണത് കേട്ടോ. അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ ഇവരിങ്ങനെ നടക്കട്ടോ. അപ്പോൾ ശാലിനി വയ്ക്കും, സാബു ഇത്ര ദിവസത്തെ ലീവുണ്ട്? അപ്പോൾ പറയും ഒരാഴ്ചത്തെ ലീവുണ്ട്. എൻ്റെ മാമ ഒരാഴ്ചത്തെ ലീവെങ്കിൽ തന്നല്ലോ, അതെങ്കിൽ ചെയ്തല്ലോ ആ മനുഷ്യൻ. പിന്നെ എന്തേ അങ്ങനെ പറഞ്ഞേ? അല്ല ലീവൊന്നും ഇല്ലാത്ത ആളാണ്. അവിടെ ഭയങ്കര തിരക്കേനെ, തിരക്കായതുകൊണ്ട് രണ്ടാളും കൂടി മാമ വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. വളരെ അത് വളരെ നന്നായി. പിന്നെ അതെന്താടി അങ്ങനെ പറയണമെന്ന് വയ്ക്കും. ഒന്നുമില്ല, നിൻ്റെ മാമനോട് എനിക്ക് ഇഷ്ടമല്ല. എന്ത് പറ്റി?
നിൻ്റെ മാമ ഇവിടെ വന്നിട്ടല്ലേ നിന്നെ കൂട്ടി കൊണ്ടുപോയിട്ടില്ല നീ ഇവിടുന്ന് പോയത്, അതുകൊണ്ട് തന്നെ. അതിനെന്താ ശാലിനി, മാമ എന്നെ കൂട്ടി കൊണ്ടുപോയതിനെ കൊണ്ട് എനിക്കൊരു ജോലിയായില്ലേ. ഓ നല്ല ജോലിയാ. എന്താ എൻ്റെ ജോലിക്കൊരു കുറവ്? ഒരു കുറവുമില്ല. പിന്നെ പറച്ചിൽ കേട്ടാൽ അല്ല സർക്കാർ ജോലി പോലെയാണെന്ന് പറയുമ്പോൾ ശാലിനി. അപ്പോൾ മരം മുറിച്ച് സൈസാക്കി വിടുന്ന പണിയല്ലേ നിങ്ങൾക്ക് അവിടെ എന്ന് പറയും. അപ്പോൾ പറയും ഓ, അപ്പോൾ ഓനത് പിടിച്ചില്ല. ഓൻ ചോദിക്കും ഓ എൻ്റെ ഏട്ടന്മാർക്ക് ഇപ്പം എത്ര നല്ല പണിയാണ്. അപ്പോൾ എൻ്റെ ഏട്ടന്മാർക്ക് എന്ത് പണിയാണെങ്കിലും പിന്നെ സ്വന്തമായിട്ടുള്ളതല്ലേ, സ്വന്തമായിട്ടൊരു ബിസിനസ് പോലത്തെ പണിയല്ലേ അത്, നമ്മളെ മസാല പീടിയ പലചരക്ക് പീടിയ. അപ്പോൾ പറയും അത് നല്ലതാ. അപ്പോൾ പറയും എന്തായാലും വരുമാനം ഫുള്ളും ഞങ്ങളെ വീട്ടിലേക്കല്ലേ. അപ്പോൾ പറയും അതുപോലെ തന്നെയല്ലേ എൻ്റെ മാമൻ്റെ പിന്നെ പണി, അതൊരു ബിസിനസ് തന്നെയാണ്, നല്ല പൈസയ്ക്ക്. അപ്പോൾ അവൾ പറയും നല്ല പൈസയാണെങ്കിൽ അത് സാബുവിൻ്റെ വീട്ടിലേക്കല്ലല്ലോ വരിക, എൻ്റെ മാമനല്ലേ. ആ അത് ശാലിനി പറഞ്ഞത് ശരിയാണല്ലോ. പക്ഷേങ്കിൽ എന്താ എൻ്റെ മാമൻ തന്നെയല്ലേ എനിക്ക് തൽക്കാലം നല്ല പൈസ തരുന്നുണ്ട് മാസത്തിൽ, ഞാൻ വെറുതെ സാബു അവിടെ നിൽക്കുകയെന്ന് എൻ്റെ വിചാരം. അപ്പോൾ പറയും ഓ നന്നായി എന്നറിയും. അപ്പോൾ പിന്നെ ഇവരൊന്നും മിണ്ടാണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ കാർത്തിക ബാക്കിൽ നിന്ന് ഈ മിലിറ്ററിക്കാരെ എപ്പോഴാണ് ഇനി പോണതെന്ന്. അപ്പടി സാബു തിരിഞ്ഞ് നോക്കിയിട്ട് ശാലിനിയോട് പറയും ഈ പെണ്ണെന്താ പരിഹസിക്കണമെന്ന് വയ്ക്കും. അപ്പോൾ പറയും പരിഹസിച്ചല്ല സാബു, അങ്ങനെ പറയാൻ നിർത്തിയുള്ളൂ. സാബു ഇങ്ങനെ മുടിയൊക്കെ ബാക്കിൽ കയറ്റി വെട്ടിട്ട് ശരിക്കും മിലിറ്ററിക്കാരൻ്റെ കട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ നടക്കും, പിന്നെ നടക്കേട്ടോ. അപ്പോൾ പിന്നെ കാർത്തിക അങ്ങോട്ട് വഴി പിരിഞ്ഞ് പോകാനായി. അപ്പോൾ അവൾ ശാലിനി അറിയും കാർത്തിക എന്നാൽ ഈ പൊയ്ക്കുമെന്ന് അറിയും. അപ്പോൾ അവളറിയും നോക്ക് എനിക്ക് എന്നോടൊരു കാര്യം പറയാണ്ടെന്ന് അറിയും. അപ്പടി ഓളെടുത്ത് അങ്ങനെ തിരിഞ്ഞു കാരോട് എന്നുള്ളതിൽ അപ്പോൾ പറയും എന്നോട് തന്നെയെന്ന് അറിയും. അപ്പോൾ മെല്ലെ ശാലിനിയോട് ഇങ്ങനെ ശാലിനിയുടെ അടുത്തേക്ക് എന്നിട്ട് പറയും എനിക്ക് ആ പെണ്ണിൻ്റെ കാര്യമൊന്നും കേൾക്കണ്ടിട്ട് അതിൻ്റെ വർത്താനൊക്കെ ഇഷ്ടപ്പെടുന്നില്ലേ ശാലിനി, ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരിയാണെന്ന് വെച്ചിട്ട് മിണ്ടാണ്ടൊക്കെയാണെന്ന് അറിയും. അപ്പോൾ അറിയാം ശാലിനി ഒക്കെ ഒന്നും പറയല്ലേ, ശാലിനി പൊയ്ക്കോ ഈ വേണ്ടാത്തന്നെ നിൽക്കല്ലേ, മണ്ടൊക്കെ കുത്തണ്ടത് അറിവുകളോട് മെല്ലനെ. അപ്പോൾ അവൾ വേഗം എൻ്റെ മുന്നിൽ വന്നെന്ന് പറയും നോക്കി എനിക്ക് പറയാനുള്ള നിങ്ങൾ കേട്ടിട്ട് പോയാൽ മതി. പിന്നെ അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കും, ശാലിനി നിൽക്കും. പെണ്ണ് എന്താ അങ്ങനെ പറയണേക്ക് ഇവളേക്ക് നോക്കി നിങ്ങളൊരു പിന്നെ ആൺകുട്ടികളിലൊരു അപമാനം പോലെ കേട്ടോ, പിന്നെ അപ്പടി എന്താന്നുള്ളതിൽ നിൽക്കുക, നിങ്ങളൊരു പിന്നെ നല്ലൊരു ആൺകുട്ടി തന്നെയാണ്. അപ്പം എനിക്ക് പെണ്ണ് എന്താ പറയുക നോക്ക് പെണ്ണേ ഈ എന്നോട് വേണ്ടാത്ത പറയരുത് കേട്ടോ, ഞാൻ അവൻ്റെ അടിച്ചാൻ്റെ ഷേപ്പ് ഞാൻ മാറ്റി പോകുന്നറിയും. അപ്പോൾ പറയും നിങ്ങൾക്ക് ഇതൊക്കെ അറിയുള്ളൂ, അടിക്കൽ പിടിക്കൽ ഇതൊക്കെ അറിയുള്ളൂ. ഒരു പെൺകുട്ടി ചെറുപ്പം മുതലേ മനസ്സിലിട്ട് ആരാധിച്ച് പിന്നെ പൂജിച്ച് നടക്കുക, എന്നിട്ട് അതിൻ്റെ മനസ്സ് കാണാൻ പറ്റാത്ത നിങ്ങൾ ആണാണോ എന്നല്ല ഞാൻ ചോദിക്കേണ്ടത്. പിന്നെ പൊട്ടൻ ആട്ടം കണ്ടമാതിരി നടക്കല്ലേ നിങ്ങൾ. ഈ പെൺകുട്ടി ഇത്രയൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഇവളെ വയ്യ എത്ര നല്ല നല്ല ചെക്കന്മാർ വന്നിക്കണം, ഒന്നും വേണ്ട സാബു മതി എന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തോ ഒരു സംഭവമാണ് ഇരിക്കും. എൻ്റെ മനസ്സിലും നിങ്ങളോടൊരു ആരാധന എനിക്ക് തോന്നിക്കുന്നു. ശാലിനിക്ക് ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ചെക്കൻ ഏതാണ് ഇരിക്കുന്നത്. ഇപ്പോഴല്ല എനിക്ക് കാര്യം പിടികിട്ടി, നിങ്ങളൊരു മുരുക്കില്ലേ, ആ മുള്ളുമുരുക്ക് എന്ന് പറഞ്ഞൊരു മരമുണ്ട്, അതുപോലത്തെ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ മനസ്സൊന്നും കാണാണ്ട്, ഈ പുഷ്പം പോലത്തെ പെണ്ണിൻ്റെ മനസ്സൊന്നും കാണാണ്ട് നടക്കണം. അനക്ക് വേറെ പണിയൊന്നുമില്ലേ ശാലിനി എന്ന് പറഞ്ഞിട്ട് ഇവളൊരൊറ്റ നടത്താൻ കൊണ്ട് നടക്കും. ശാലിനി ഇങ്ങനെ ഐസിലിട്ട മാതിരിയാവും, പെണ്ണിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്നു പോയി, പെണ്ണിന് പേടി. സാവട്ടൻ മണ്ടക്ക് കുത്തിക്കൂടോ, ഓളോടുള്ള ദേശം ഇവളെ കുത്തിക്കൂടോ എന്നൊക്കെ ഒരു പേടി. അങ്ങനെ ഇവർ രണ്ടാളും നിൽക്കുകയല്ലേ, ഓളങ്ങോട്ട് നടന്ന് പോവും. അപ്പടി സാബു ഓളെ മുഖത്തേക്ക് വെക്കും. അപ്പം സാബുവിൻ്റെ മുഖത്തും ഒരു കൊതു പുറത്ത് കുത്തും. പിന്നെ സാബുവിൻ്റെ മുഖത്തും വല്ലാത്തൊരു ഇത് ഉണ്ടാവട്ടെ, ആ ചോരത്തളപ്പൊക്കെ മുഖത്ത് കാണാനുണ്ടാവും. അപ്പോൾ ഓളെ നോക്കും, നോക്കി ഓളെ മുഖം ഒരു പേടിച്ച പോലെയും, മുഖം അങ്ങനെ കണ്ടപടനില്ല. ഓനൊന്നും പറയാൻ തോന്നില്ല. ഓന് ചോദിക്കും ശാലിനി എന്താ ഓള് പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ പറയും എന്ത് അല്ല ആ കുട്ടി ഇപ്പോൾ പറഞ്ഞിട്ട് പോയില്ല, അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ പറയും ആ ഓളെങ്ങനെ ഒരു വായാടി, ഓളെന്തെങ്കിലുമൊക്കെ പറയും സാബു, പിന്നെ അത് കണക്കാക്കണ്ട, അത് കണക്കാക്കുക തന്നെ ചെയ്യും. ഈ ഒന്നും പറയണ്ട, ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവില്ലല്ലോ. അപ്പോൾ പറയും ഞാനെന്ത് പറയാനാ, ഞാനൊന്നും പറഞ്ഞില്ല അറേ. അപ്പോൾ പറയും ഒന്നും പറഞ്ഞില്ല. സാബുവിന് ഇത്രയായിട്ടും ഒന്നും മനസ്സിലായില്ല. സാബുവിന് എന്ത് മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലായില്ല. ആ എന്നൊന്നും മനസ്സിലായില്ലല്ലോ, എന്നാൽ എനിക്കൊന്നും പറയാനുമില്ല, നടന്നൂടെന്നറിയാം അവളെ. അപ്പടി അവളെ കൈ കൊണ്ട് പിടിച്ചിട്ട് പറയാം ശാലിനി ഈ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി എന്നറിയാം. അപ്പോൾ അറിയാം എനിക്കൊന്നും പറയാനില്ല അറിഞ്ഞില്ല. പിന്നെ സാബു എന്തേ കല്യാണത്തിന് വരാൻ തോന്നി നിൽക്കും.
കല്യാണത്തിന് വരാൻ തോന്നിയ കാര്യം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വീണ്ടും ഇങ്ങനെ പറയാനൊന്നും എനിക്കറിയില്ല ശാലിനി. എനിക്ക് അങ്ങനെ പറഞ്ഞ് ഒരാളെ ഇതാക്കാൻ എനിക്കറിയില്ല. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു ഇതിനെ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്നറിയാം. അപ്പോൾ അവളെ അറിയാം സബുനിപ്പോൾ എന്താ കേൾക്കണ്ടേ? അവളെന്താ പറഞ്ഞത്? ഇന്നെ മാത്രം മനസ്സിലിട്ട് പൂജിച്ച് ആരാധിച്ച് നടക്കുകയാണ്. നല്ല ചെക്കന്മാരൊക്കെ വയ്യ നടന്നിട്ട് അവരൊക്കെ മനസ്സിലിടാണ്ട് എന്നെ മനസ്സിലിട്ടിട്ട് നടക്കുകയാണെന്നൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞു പോയി. അതിൻ്റെ ഉത്തരം ഈ പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ വളരെ നിർബന്ധ അപ്പോൾ അവൾ പറഞ്ഞൊക്കെ ശരിയാണ്, ഞാൻ പറഞ്ഞത് അവളോട് അതൊക്കെ എന്നറിയാം. അപ്പടില്ലേ സബോളെ കയ്യൊരൊറ്റ വിടലെ കൊണ്ട് വിടും. വിട്ടിട്ട് ഒന്നും മിണ്ടില്ല. അവളേക്ക് എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് മിണ്ടാനാ? അതന്നെയാണ് ഞാനൊന്നും പറയാഞ്ഞതും. അപ്പം അങ്ങനെ നടക്കുമ്പോൾ വിളിച്ച് സബുനിപ്പോൾ ഒന്നും പറയല്ലേ, ഒരു കാര്യം പറയല്ലേ, പറയാനുള്ളതൊക്കെ അവള് പറഞ്ഞല്ലോ. ഇപ്പം അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞേ, ഞാൻ അതിന് ഒന്നും പറയല്ലേ. അപ്പം പറയും എന്ത് പറയാനാ ശാലിനി? ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടികളെ എൻ്റെ മനസ്സിലേക്ക് കാണുന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല, ഒരു പെൺകുട്ടിയൊക്കെ ഇഷ്ടപ്പെടില്ല. എനിക്ക് എന്താ കണ്ടാലും അപ്പം ഞാൻ അതിന് പ്രതികരിക്കും, അങ്ങനെ എന്തെങ്കിലും ചൂടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ നമ്മളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ അവർക്ക് അതൊന്നും താക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു പെൺകുട്ടീനെ പറ്റി ചിന്തിച്ചിട്ടുമില്ല, ഒരു പെൺകുട്ടീനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കണമില്ല. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണോ സാബു കല്യാണം കഴിക്കണത്, സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നത്? അതൊക്കെ അങ്ങനെ വരികയല്ലേ ചെയ്യുക. സ്നേഹവും പിന്നെ അതെല്ലാം നമ്മളെ മനസ്സിൽ നിന്ന് വരുന്നതല്ലേ. അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് മനസ്സൊക്കെ കെട്ടിപ്പൂട്ടി വെക്കുകയാണോ ചെയ്യാന്നൊക്കെ. അപ്പോൾ പറയും എന്തോ എനിക്കറിയില്ല, എൻ്റെ മൈൻഡിൽ അതാണ് എന്നറിയാം. അപ്പോൾ ശരി എന്നറിയാം. എങ്ങനെ നടക്കുമ്പോൾ ഇവിടെ വീടെത്താനായി സംഭവം. ഒന്നും മിണ്ടില്ല കേട്ടോ. അപ്പോൾ വീടെത്തി, ഞാൻ പോട്ടെ. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് മനസ്സ് പതിഞ്ഞിട്ടോളോ വാക്കുകൾ. അങ്ങനെ അങ്ങോട്ടും പോവും, ഇങ്ങോട്ടും പോവും. എന്നിട്ട് അവനെ നോക്കും. അപ്പോൾ ഇങ്ങനെ നടന്നങ്ങോട്ട് പോകും, ബാഗും തൂക്കി അങ്ങോട്ട് പോകും. മുന്നിലല്ല, അവനങ്ങോട്ട് പോകും. അപ്പോൾ അവള് വീട്ടിലേക്ക് വരുമ്പോൾ അവൾ വിചാരിക്കുകയാണ് കാർത്തിക പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു മുള്ളുമുരുക്ക പോലത്തെ ഒരു മനുഷ്യനാണ്, പക്ഷെ അത് പുറമേ ഉള്ളൂ, ഉള്ളിൽ നല്ലൊരു സ്നേഹിക്കാൻ പറ്റിയൊരു ഹൃദയം അവനുണ്ട്. അതവൻ പുറത്തേക്ക് എടുക്കയിട്ട അവനെ എന്തായാലും വേണ്ടില്ല. ഇനി 2 ദിവസത്തിനുള്ളിൽ കല്യാണം എന്ന് പറഞ്ഞിട്ട് സുഗന്ധിൻ്റെ വീട്ടിലും ബാലേട്ടൻ്റെ വീട്ടിലൊക്കെ എനിക്ക് പോകണം. എന്നിട്ട് സാബുവിനെ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സ് അവൻ്റെ കൈമലെടുത്ത് കൊടുക്കണം. എന്നിട്ട് അവൻ്റെ സ്നേഹം എനിക്ക് വാങ്ങണം. അവൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. സ്നേഹം ഉള്ളതുകൊണ്ടല്ല ആരും വിളിച്ചില്ല, റഷീദിൻ്റെ കത്തിനാലെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയോള് സ്റ്റെപ്പ് അങ്ങനെ കയറി ചെല്ലാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളെ കഥ നിർത്തട്ടെ. അപ്പോൾ ടാറ്റാ, ലവ് യു. സൗണ്ട് ഇല്ലേ, ക്ഷമിക്കണേ. എനിക്ക് ഇച്ചിരി സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലൊരു സങ്കടങ്ങളില്ല. അപ്പം ടാറ്റാ, ലവ് യു ഉമ്മ. നമ്മളെ ഒന്നുമില്ല. അങ്ങനെ നമ്മളെ കോഴിക്കറി ഇവിടെ തിളക്കിന്, ഉള്ളിയിൽ വറവ് ആവുന്ന 1:30 ആയിട്ട സമയം. നമ്മളെ കോഴിക്കറി നമ്മൾ ആട് വെച്ച മാതിരിയൊക്കെ വെക്കണത്. ഒക്കെ വെന്ത് ഉരുകി റെഡിയായി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡിയായി. നമ്മളെ ഉള്ളി വറവായി, നമ്മളെ കറിയോളായി. അപ്പം നമ്മൾ വറവായി, കറിയായി. നമ്മളിന്ന് പപ്പടം പൊരിച്ചില്ല ഗൈസ്. നാളെ തൊട്ട് നമുക്ക് പപ്പടം പൊരിക്കാലോ. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡിയിട്ട് നല്ല സൂപ്പർ കറിയാണ്. ഇത് കണ്ടോ, ഇന്നലത്തെ സാമ്പാറാണ്, സൂപ്പറായിരുന്നു. ഇന്ന് ഇതൊക്കെ ഉള്ളൂ. മോൻ്റെ ഓഫീസിൽ അവർക്ക് ചോറ് ഉണ്ടാവും, ഭക്ഷണമൊക്കെ ഉണ്ടാവും അവിടെ. ഇപ്പൊ മോൻ വീഡിയോ എടുത്തിരിക്കും അയച്ചതോ ഒറ്റയ്ക്ക് ബിരിയാണി ഞാൻ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം കൊടുക്കാം, അത്രേ കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ എല്ലാം ഉള്ള കണ്ടാൽ നോക്കി കിട്ടുമെന്ന്
എങ്ങനെയാ നല്ല നല്ല മുഴുമുഴുത്ത കഷ്ണമൊക്കെ ഉണ്ട്. അതൊന്നും എടുക്കാണ്ട ചക്ക എടുക്കണ വെക്കുന്നുണ്ട്. എല്ല് കഷ്ണം എടുത്തോളൂ. എല്ലാം ഇഷ്ടം ചക്കന്. കണ്ടോ ചിറകൊക്കെ എടുക്കും. അങ്ങനെ 2 കഷ്ണം എടുത്ത് ഗുഡ് നൈറ്റ്. പീസ് ചെറുതായി പോയില്ലേ? ചെറുതാക്കിയത്